Hi my dear friends, എല്ലാവർക്കും MP Talks-ലേക്ക് സ്വാഗതം. നമ്മൾ 24th ന്യൂസ് ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. 23rd ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കണ്ടിന്യൂസ് ആയിട്ട് കണ്ട ആളുകളാണെങ്കിൽ അങ്ങനെ കണ്ട് ചെയ്യാം. ഇല്ലാത്ത ആളുകൾക്ക് ജസ്റ്റ് വേണ്ടി ഒന്നാണ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ന്യൂസുകൾ ഒന്ന് ഇന്ത്യ US റിലേഷൻ, ക്രിപ്റ്റോ കറൻസി ആൻഡ് ഇന്ത്യ, ഭാരത് ഗൗരവ് സ്കീം, ഒപെക് എന്നുള്ള പ്രധാനപ്പെട്ട ന്യൂസുകളാണ് നമുക്ക് 24th ഡിസ്കസ് ചെയ്യാനുള്ളത്. നമുക്ക് അതിലേക്ക് പോകാം. ഒന്നാമതാണ് ഇന്ത്യ US. അപ്പൊ റീസെന്റ് ഇന്ന് ഇന്ത്യ USന്റെ ട്രേഡ് റെപ്രസെന്റേറ്റീവും ഇന്ത്യൻ കൊമേഴ്സ് മിനിസ്റ്റർ ഒക്കെ നമ്മളുടെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതിന്റെ കൂടുതൽ ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. അപ്പൊ അത് വരും ദിവസങ്ങളിൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം. ഇപ്പൊ നമ്മൾ നോക്കുന്നത് ഇന്ത്യ US റിലേഷന്റെ കാര്യങ്ങളാണ്. GS2 നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണെന്ന് അറിഞ്ഞിരിക്കാം. ഇന്ത്യ US റിലേഷൻ പറയുകയാണെങ്കിൽ ഓക്കെ, അത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്കൊരു 2000 നമ്മൾ ഗ്ലോബൽ സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് ആയിട്ട് നമ്മൾ ഉയർത്തിയിട്ടുണ്ടായിരുന്നു അറിഞ്ഞിരിക്കാം. ഓക്കെ, റീസെന്റ് അതുപോലെ തന്നെ പറയാം മറ്റൊന്നാണ് നമ്മളുടെ 2015 നമ്മൾ ഓൾറെഡി ബോത്ത് കൺട്രീസ് ഡൽഹി ഡിക്ലറേഷൻ ഉണ്ടായിരുന്നു, ഓൺ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ജോയിന്റ് സ്ട്രാറ്റജിക് വിഷൻ ഫോർ ദ ഏഷ്യ പസഫിക് ആൻഡ് ദ ഇന്ത്യൻ ഓഷ്യൻ റീജിയൻ ഒക്കെ നമ്മൾ എന്താണ് പ്രോഗ്രാം ഓൾറെഡി ഉള്ളതാണ്. പ്രധാനപ്പെട്ട നമ്മുടെ ഇന്ത്യ US റിലേഷൻ ഏരിയാസ് നോക്കുകയാണെങ്കിൽ ഒന്ന് സിവിൽ ന്യൂക്ലിയർ ഡീലാണ്. ഓക്കെ, അതിന്റെ ഭാഗമായിട്ട് ബൈലാറ്ററൽ സിവിൽ ന്യൂക്ലിയർ കോപ്പറേഷൻ അഗ്രിമെന്റ് നമ്മൾ 2008 സൈൻ ചെയ്തിട്ടുണ്ടെന്ന് അറിഞ്ഞിരിക്കാം. മറ്റൊരു പ്രധാനപ്പെട്ട മേഖല എന്ന് പറയുന്നത് എനർജി സെക്ടർ ആണ്. ഓക്കെ, എനർജി സെക്ടർ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിലൊരു പ്രോഗ്രാമാണ് പേസ് പ്രോഗ്രാം. ഓക്കെ, പേസ് എന്ന് പറയുമ്പോൾ പാർട്ണർഷിപ്പ് ടു അഡ്വാൻസ് ക്ലീൻ എനർജി, US ഡിപ്പാർട്ട്മെന്റ് എനർജിയും അതുപോലെ തന്നെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും കൂടി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ അറിഞ്ഞിരിക്കാം. ഒരു ജോയിന്റ് ക്ലീൻ എനർജി റിസർച്ച് ഡെവലപ്മെന്റ് സെന്റർ ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ എനർജി മേഖലയിൽ ഉണ്ട്. അതുപോലെ തന്നെ ഇന്ത്യ US ക്ലീൻ എനർജി അജണ്ട 2013 പാർട്ണർഷിപ്പ് ഉണ്ട്, അതും ലോഞ്ച് ചെയ്തിട്ടുണ്ട് എന്ന് അറിഞ്ഞിരിക്കാം. ഓക്കെ, ഇന്ത്യ US തമ്മിൽ അതൊക്കെ നമ്മൾ എനർജി മേഖലയിലുള്ളതാണെങ്കിൽ ഡിഫൻസ് കോപ്പറേഷനിലാണെങ്കിൽ എന്ത് ചെയ്യുന്നത്, ഡിഫൻസ് റിലേഷൻ എന്ന് പറയുമ്പോൾ പ്രധാനപ്പെട്ട ഒരു പില്ലാറാണ്. ഇതിന്റെ ഭാഗമായിട്ട് ന്യൂ ഫ്രെയിംവർക്ക് ഫോർ ഇന്ത്യ US ഡിഫൻസ് റിലേഷൻ 2005 ഉണ്ടായിരുന്നു, അത് വീണ്ടും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അറിഞ്ഞിരിക്കാം. അതുപോലെ തന്നെ ഇന്ത്യ US എന്ത് ചെയ്യുന്നുണ്ട്, പ്രധാനപ്പെട്ട ഗ്രൂപ്പിംഗ് ആണ് കോഡ് ഗ്രൂപ്പിംഗ്. ഇന്ത്യ US ജപ്പാനും ഓസ്ട്രേലിയയിലാണ് ഒരു അലയൻസ് ആണ് ഡിഫൻസിലുള്ള. അത് പ്രധാനമായിട്ടും ചൈനനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി പല പ്രാവശ്യം നമ്മൾ കോഡ് ഗ്രൂപ്പിനെ കുറിച്ചും മറ്റും പറഞ്ഞതാണ്. അത് മെയിൻ ആയിട്ട് ചൈനനെ കൗണ്ടർ ചെയ്യാനുള്ളതാണ്. അതിന്റെ ഭാഗമായിട്ടൊക്കെ നമ്മൾ മലബാർ എക്സൈസ് നടത്തുന്നുണ്ട്. ഇപ്പൊ റീസെന്റ് ആ കോഡിലുള്ള എല്ലാ ഗ്രൂപ്പും അതിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, പങ്കെടുത്തിട്ടുണ്ടെന്ന് അറിഞ്ഞിരിക്കാം. മറ്റൊന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യക്ക് ആക്സസ് ഉണ്ട് ഇവിടെ അമേരിക്കൻ ബേസ് ആയിട്ടുള്ള ജിബോട്ടിൻ ആഫ്രിക്കയിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ആ ബേസിലേക്ക് ആക്സസിബിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ പ്രധാനമായിട്ട് US ആയിട്ട് നമ്മൾ 4 ഫൗണ്ടേഷൻ ഡിഫൻസ് അഗ്രിമെന്റ് നമ്മൾ സൈൻ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്, ഒന്ന് ECA, അതുപോലെ തന്നെ ജനറൽ സെക്യൂരിറ്റി ആൻഡ് മിലിറ്ററി ഇൻഫർമേഷൻ അഗ്രിമെന്റ്, ലോജിസ്റ്റിക് എക്സ്ചേഞ്ച് മെമ്മോറാണ്ടം ഓഫ് അഗ്രിമെന്റ്, ലെമോവ ആൻഡ് കോംകാസ്. അതിന്റെ ഓർഡർ ജസ്റ്റ് നോക്കുക, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പല വീഡിയോസിൽ ഇത് പറഞ്ഞതാണ്. ഇത് ഓരോന്നും എന്താണ് പറയുന്നത് എന്നുള്ളത് വളരെ ചുരുങ്ങിയ ലൈനിൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അതിന്റെ ഇയേഴ്സും ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. മറ്റൊന്നാണ് ഇന്ത്യ US കൗണ്ടർ ടെററിസം കോപ്പറേഷൻ ഇനിഷ്യേറ്റീവ്സ് ഉണ്ട്. 2010 നമ്മൾ എന്ത് ചെയ്യാണ്, സൈൻ ചെയ്താണ്. കൗണ്ടർ ടെററിസം ഇൻഫർമേഷൻ ഷെയറിംഗ് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ട്രൈ സർവീസ് എക്സൈസ് ഒക്കെ നടത്തുന്നുണ്ട് കാണിക്കുക. അതുപോലെ തന്നെ ബൈലാറ്ററൽ ആൻഡ് റീജിയണൽ എക്സൈസ് നടത്താറുണ്ട്, യുദ്ധ ബസ് പോലത്തെ ഒക്കെ. ഓക്കെ, റെഡ് ഫ്ലാഗ് ഒക്കെ അതിന്റെ ഭാഗമായിട്ടുള്ള അറിഞ്ഞിരിക്കുക. നിങ്ങൾ പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂ ജസ്റ്റ് ഈ എക്സൈസുകളൊക്കെ മനസ്സിലാക്കി വെക്കുക. ട്രേഡ് എന്ന് പറയുമ്പോൾ US ആണ് ഇന്ത്യയുടെ സെക്കൻഡ് ലാർജസ്റ്റ് ട്രേഡിംഗ് പാർട്ണർ എന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇന്ത്യന്റെ എക്സ്പോർട്ടിന് മേജർ ഡെസ്റ്റിനേഷൻ കൂടിയാണ്, ഇന്ത്യക്ക് സർപ്ലസ് ആണുള്ളത് അറിഞ്ഞിരിക്കുക. US ഇപ്പൊ റീസെന്റ് റീപ്ലേസ് ചെയ്തിരുന്നു മൗറീഷ്യസിനെ സെക്കൻഡ് ലാർജസ്റ്റ് സോഴ്സ് ഓഫ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ഇന്ത്യയിലോട്ടുള്ള. ഓക്കെ, 2020-21 ഇയേഴ്സിൽ പുതിയ അപ്ഡേഷൻ വരുമ്പോൾ ജസ്റ്റ് അപ്ഡേറ്റ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ മുമ്പ് ഉണ്ടായിരുന്ന പല സ്പെഷ്യൽ ട്രേഡ് സ്റ്റാറ്റസ് എന്ത് ചെയ്തിട്ടുണ്ട്, GSP വിഡ്രോവലൊക്കെ നമ്മൾ ഉണ്ടായിരുന്നു. ഓക്കെ, പ്രീവിയസ് US ഗവൺമെന്റ് ചെയ്തിരുന്നു. അതിന്റെ ഭാഗമായിട്ടുള്ള പല ബാനുകൾ ഉണ്ടായിരുന്നു, നമുക്ക് അതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, എക്സ്പയർ ചെയ്യുന്നുണ്ട് ഈ ഗവൺമെന്റ്. ഓക്കെ, മറ്റേ സയൻസ് ടെക്നോളജി മേഖലയിൽ പ്രധാനപ്പെട്ട നമ്മൾ ISROയും നാസയും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. ജോയിന്റ് മൈക്രോവേവ് റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ്, നാസ ISRO സിന്തറ്റിക് അപ്പറേച്ചർ റഡാർ എന്ന് പറയും, നിസാർ. ഓക്കെ, ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാം. ഇന്ത്യൻ ഡയസ്പോറ ആണ് മറ്റ് പ്രധാനപ്പെട്ട നമ്മുടെ റിലേഷനിൽ നിൽക്കുന്ന ഒരു ഏരിയ. കാരണം നമ്മളുടെ ഒരു ഗ്രോയിങ് പ്രസൻസ് ഓഫ് ഇന്ത്യൻ ഡയസ്പോറ ഇവിടെ ഉണ്ട്, US-ലുണ്ട് പല മേഖലയിലും. ഓക്കെ, ഫോർ എക്സാമ്പിൾ വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസ് പോലും എന്താണ് നമ്മുടെ ഒരു സ്ട്രോങ് ഇന്ത്യൻ കണക്ഷൻ ഉള്ളതാണ് തമിഴ്നാടുമായിട്ടൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പൊ വേഫോറോട് നമുക്ക് എന്ത് പറയാം, ഒരു സ്ട്രാറ്റജിക് എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ഇത്തരത്തിലുള്ള സ്റ്റേജ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ട്രാൻസ്ഫോമിംഗ് ഇന്ത്യൻ പാർട്ണർഷിപ്പ് വിത്ത് US ആയിട്ട് നമ്മൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ റീസെന്റ് അഫ്ഗാനിസ്ഥാൻ അവർ വിഡ്രോ ചെയ്ത സമയത്തൊക്കെ നമുക്ക് കൂടുതലായിട്ട് അവരായിട്ട് കോപ്പറേഷൻ ആവശ്യമായിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഇനിയും ഹ്യൂജ് പൊട്ടൻഷ്യൽ ബയലാറ്ററൽ ട്രേഡിലൊക്കെ നമ്മൾ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ കിടക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ കൂടുതലായിട്ട് എന്ത് ചെയ്യുക, ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇനി വരും ദിവസങ്ങളുള്ള കാര്യങ്ങൾ, പുതിയ പ്രോഗ്രാമുകളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ഡേറ്റ് ചെയ്ത് നിങ്ങളുടെ നോട്ടിലേക്ക് ആഡ് ചെയ്യുക. മറ്റു ന്യൂസിൽ ക്രിപ്റ്റോ കറൻസിയാണ്.
ക്രിപ്റ്റോ കറൻസി ഇന്ത്യയിലേക്കുള്ള അതിന്റെ ഒരു ബില്ല് വരുന്നുണ്ട്. ന്യൂ ക്രിപ്റ്റോ കറൻസി ബില്ല് എന്ത് ചെയ്യുന്നുണ്ട്, വരുന്ന പാർലമെന്ററി സെഷനിൽ വരാൻ പോകുന്നുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ ആ ബില്ലിനെ കുറിച്ച് ഡീറ്റെയിൽ നമുക്ക് പറയാം. ജസ്റ്റ് നമ്മൾ നോക്കുന്നത് ക്രിപ്റ്റോ കറൻസിയും ഇന്ത്യയിലുള്ള കാര്യങ്ങളാണ്. അപ്പൊ നമുക്കറിയാം ക്രിപ്റ്റോ കറൻസി എന്ന് പറയുമ്പോൾ ബിറ്റ് കോയിൻ ആണ് 2008 വരുന്നത്. ഓക്കെ, ക്രിപ്റ്റോ കറൻസി എന്ത് ചെയ്യുന്നുണ്ട്, കൂടുതലായിട്ട് സിഗ്നിഫിക്കൻസ് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്, നമുക്ക് ഒരിക്കലും തള്ളിക്കളയാൻ പറ്റാത്തതാണ്. കാരണം ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ COVID-19 ഓൺസെറ്റോട് കൂടിയും കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പാൻഡമിക് ഒക്കെ കൂടുതൽ അതിലേക്ക് ഇമ്പോർട്ടൻസ് ഉണ്ടായിട്ടുണ്ട് വേൾഡ് ലെവലിൽ. ക്രിപ്റ്റോ മാർക്കറ്റ് ഏകദേശം 500% വളർന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു മേഖലയാണത്. കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പ്രൊഹിബിറ്റ് ചെയ്യാന്നുള്ളത് അത്ര നല്ലൊരു തീരുമാനമല്ല. ബഡ്ജറ്റ്സ് പക്ഷേ 2018-19 ബഡ്ജറ്റ് സ്പീച്ചിൽ നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ പറഞ്ഞത് ഇന്ത്യൻ ഗവൺമെന്റ് ഡസ് നോട്ട് കൺസിഡർ ക്രിപ്റ്റോ കറൻസി ഇൻ ദ ലീഗൽ ടെൻഡർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ വരുന്ന ബില്ലിൽ നമുക്ക് എന്താണുള്ളത് എന്നുള്ളത് കൂടുതൽ കണ്ടറിയാം. ക്രിപ്റ്റോ കറൻസി പ്രൈവറ്റിനെ ബാൻ ചെയ്തുകൊണ്ട് പബ്ലിക് ലെവലിൽ അലോ ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ ക്രിപ്റ്റോ കറൻസി അപ്പൊ നമ്മൾ എന്താണ് പല സമയത്തും നമ്മൾ പ്രീവിയസ് ഫേസ് ഒക്കെ ഡിജിറ്റൽ റവല്യൂഷൻ നോക്കുകയാണെങ്കിൽ ഒരു ലേറ്റർ അഡോപ്റ്റർ നമുക്ക് കാണാൻ പറ്റും. സെമി കണ്ടക്ടർ ആവട്ടെ, ഇന്റർനെറ്റ് ആവട്ടെ, സ്മാർട്ട് ഫോൺ ആവട്ടെ. പക്ഷെ ഇതെന്ത് ചെയ്യും, നമ്മൾ ഒരു നീഡ് ചേഞ്ച് ആവശ്യമുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, തോട്ട് ആൻഡ് അക്സെപ്റ്റൻസിന്റെ കാര്യത്തിൽ നമ്മൾ പലപ്പോഴും പലതും വൈകി അക്സെപ്റ്റ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ പല കാര്യങ്ങളും ചൈനയിലൊക്കെ നമ്മൾ വീക്ക് ആവുന്നതൊക്കെ പറയാൻ പറ്റും. ക്രിപ്റ്റോ കറൻസിയെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു റൈപ്സ് ഓഫ് ക്രിപ്റ്റോ കറൻസി ഉണ്ടായിട്ടുണ്ട്. ബിറ്റ് കോയിൻ ആയിരുന്നു പൈനിയർ ആയിട്ടുള്ള ക്രിപ്റ്റോ കറൻസി എങ്കിൽ തുടങ്ങുന്ന സമയത്ത് അതിന്റെ വാല്യൂ $0.008 ആയിരുന്നെങ്കിൽ ഇപ്പൊ അതിന്റെ വാല്യൂ 2021 ഏതാണ് $65,000 ആണെന്ന് അറിഞ്ഞിരിക്കുക. അപ്പൊ അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. ഏകദേശം 2.5 ട്രില്യൺ ഉണ്ട് ടോട്ടൽ ക്രിപ്റ്റോ കറൻസിന്റെ എല്ലാ ക്രിപ്റ്റോ കറൻസിന്റെയും കൂടി വാല്യൂ എന്ന് പറയുന്നത്, മാർക്കറ്റ് വാല്യൂ. സിഗ്നിഫിക്കൻസ് എന്നാണ് ക്രിപ്റ്റോ കറൻസിയിലേക്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ ഒന്ന് കറപ്ഷൻ ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം പിയർ ടു പിയർ നെറ്റ്വർക്ക് വരുന്നതുകൊണ്ട് തന്നെ കറപ്ഷന്റെ സാധ്യത വളരെ കുറയുന്നതാണ്. ഒന്ന് ടൈം എഫക്റ്റീവ് ആണ് മറ്റൊന്ന്. ഓക്കെ, അത് സ്വാഭാവിക ടൈം എഫക്റ്റീവ് ആയതുകൊണ്ട് നമുക്ക് മണിയും ടൈം ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, സേവ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ മറ്റൊന്ന് കോസ്റ്റ് എഫക്റ്റീവ് ആണ്. ഓക്കെ, ഇന്റർമീഡിയറ്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്, പലപ്പോഴും മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ക്രെഡിറ്റ് ബാങ്ക് കാർഡ് ആവട്ടെ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ഇന്റർമീഡിയറ്റ്സ് വരാറുണ്ട്. അവർക്ക് ഏകദേശം 3% എന്ത് ചെയ്യാറുണ്ട്, അവരുടെ മാത്രം സർവീസ് ചാർജ് ആയിട്ട് എടുക്കാറുണ്ട്. അതെന്ന് പറയുന്നത് ഏകദേശം 100 ട്രില്യൺ വരുന്നുണ്ട്. അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേൾഡ് ലെവലിൽ കുറയ്ക്കാൻ പറ്റുന്നതാണ്. പിന്നെ ക്രിപ്റ്റോ കറൻസി ഇന്ത്യയിൽ പറയുകയാണെങ്കിൽ 2018 RBI എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സർക്കുലർ ഇറക്കിയിരുന്നു, പ്രിവെന്റിങ് ഓൾ ബാങ്ക്സ് ഫ്രം ഡീലിംഗ് വിത്ത് ക്രിപ്റ്റോ കറൻസി ഡീൽ ചെയ്യുന്ന കാര്യത്തിൽ ഒരു സർക്കുലർ ഒക്കെ ഇറക്കിയിരുന്നു എന്ന് അറിഞ്ഞിരിക്കുക. റീസെന്റ് ഗവൺമെന്റ് ചെയ്തിട്ടുണ്ട്, ഒരു ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ക്രിപ്റ്റോ കറൻസി റെഗുലേഷൻ ഒഫീഷ്യൽ ഡിജിറ്റൽ കറൻസി ബില്ല് 2021 ആണ് വരാൻ പോകുന്നത്. ഓക്കെ, അത് കൂടുതൽ ഓവർസൈറ്റ് കൊണ്ടുവരാൻ വേണ്ടിയുള്ളതാണ്. ജസ്റ്റ് അതുപോലെ തന്നെ എന്ത് ചെയ്യാണ്, ബാൻ ചെയ്യാൻ വേണ്ടി പ്രൈവറ്റ് ക്രിപ്റ്റോ കറൻസി ബാൻ ചെയ്യാൻ കൂടിയുള്ളതാണ്. ജസ്റ്റ് ഇനി വരുന്ന സമയത്ത് ഈ വരാൻ പോകുന്ന പാർലമെന്റ് സെഷനിൽ നിങ്ങൾ കൂടുതലായിട്ട് അത് ശ്രദ്ധിക്കുക. അത് ഞാൻ എന്ത് ചെയ്യും, കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും പിന്നീട്. ഇഷ്യൂസ് എന്തൊക്കെയാണ് നമ്മൾ ഇങ്ങനെ ബാൻ ചെയ്യുന്നുണ്ടല്ലേ, ഡീസെൻട്രലൈസ്ഡ് ക്രിപ്റ്റോ കറൻസീസ് ബാൻ ചെയ്യുന്നുള്ള ഇഷ്യൂസ് എന്താ, ഒന്ന് ബ്ലാങ്കറ്റ് ബാൻ കൊണ്ടുവരിക എന്നുള്ള എത്രത്തോളം എന്തല്ല നല്ലൊരു തീരുമാനമായിട്ട് പറയുന്നില്ല. കാരണം അത് പ്രൈവറ്റ് ക്രിപ്റ്റോ കറൻസി കംപ്ലീറ്റ് ആയിട്ട് ബാൻ ചെയ്യാൻ വേണ്ടിയുള്ള ഉദ്ദേശിക്കുന്നതാണ്. ഓക്കെ, പക്ഷേ അതൊരു നല്ല തീരുമാനമായിട്ട് പറയാൻ പറ്റൂല എന്നുള്ളതാണ്. പല സമയത്തും പല ക്രിട്ടിസൈന് വരാറുണ്ട്. അതുപോലെ തന്നെ അതിന്റെ മെയിൻ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ബ്രെയിൻ ഡ്രെയിൻ ആവും എന്നുള്ളതാണ്. കാരണം ബ്രെയിൻ ഡ്രെയിൻ എന്ന് പറയുമ്പോൾ നമുക്ക് ക്രിപ്റ്റോ കറൻസിയുടെ ബാൻ ചെയ്യുമ്പോൾ ഒന്ന് ടാലന്റ് ആയിട്ടുള്ള ആളുകളും ബിസിനസ്സും എന്ത് ചെയ്യുന്നത് ഇന്ത്യയിൽ നിന്ന് മറ്റുള്ള രാജ്യങ്ങളിലോട്ട് പോകുന്നതാണ്. ഫോർ എക്സാമ്പിൾ മറ്റുള്ള പ്രധാനപ്പെട്ട രാജ്യങ്ങൾ സ്വിറ്റ്സർലാൻഡ്, സിംഗപ്പൂർ, US, എസ്റ്റോണിയ തുടങ്ങിയ രാജ്യങ്ങളിലോട്ട് അത് പോകാനുള്ള സാധ്യത കൂടുതലായിട്ട് പറയാം. മറ്റൊന്ന് ഡിപ്രൈവേഷൻ ഉണ്ടാവും. നമ്മൾ ട്രാൻസ്ഫോമിംഗ് ടെക്നോളജി നമ്മൾ എന്ത് ചെയ്യും, ഡിപ്രൈവേഷൻ ഉണ്ടാവും എന്നുള്ള മറ്റു രാജ്യം കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. പിന്നെ ഒരു അൺപ്രൊഡക്റ്റീവ് എഫേർട്ട് ആണ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു പാരലൽ എക്കോണമി വളരാനത് സാധ്യമാവുള്ളൂ. നമ്മളിപ്പോ ഒരു കാര്യം ബാൻ ചെയ്യുമ്പോൾ പലപ്പോഴും അതൊരു ബ്ലാക്ക് മാർക്കറ്റ് എന്നുള്ള രീതിയിൽ വളരാനുള്ള സാധ്യത കൂടുതലാണ്. അടുത്താണ് കോൺട്രാഡിക്ടറി പോളിസീസ്. പല പോളിസിയും ചിലത് അതിനെ ക്രിപ്റ്റോ ഡിജിറ്റൽ മാർക്കറ്റ് നമ്മൾ ഡിജിറ്റൽ പേയ്മെന്റ് കൂടുതൽ പ്രൊമോട്ട് ചെയ്യുമ്പോൾ അതേ സമയത്ത് ക്രിപ്റ്റോ കറൻസി പോലുള്ള കാര്യങ്ങൾ ബാൻ ചെയ്യുന്നതും ഇത്തരത്തിൽ എന്തൊരു കോൺട്രാഡിക്ടറി പോളിസീസ് ആയിട്ട് പറയാം. അപ്പൊ നമുക്ക് വേ ഫോർവേഡ് എന്ത് പറയാം, റെഗുലേഷൻ ആണ് ആവശ്യം. ഓക്കെ, ഈസ് ദ സൊല്യൂഷൻ. അതല്ലാതെ കംപ്ലീറ്റ് ബാൻ ചെയ്യാന്നുള്ളത് അത്ര പോസിബിൾ അല്ല, നല്ലതല്ല, പ്രാക്ടിക്കൽ അല്ല. ആ സമയത്ത് എന്താണ് ഒരു ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള എന്താണ് ഒരു റെഗുലേഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഓക്കെ, മറ്റൊന്ന് ക്ലാരിറ്റി, ക്രിപ്റ്റോ കറൻസി ഡെഫിനിഷനിൽ വ്യക്തമായ ഒരു ക്ലാരിറ്റി വരുത്തുന്നതും ആവശ്യമാണ്. പിന്നെ KYC നോംസ് സ്ട്രോങ് ആക്കാൻ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, മറ്റേതാണ് എന്ത് ചെയ്യുക, ട്രാൻസ്പെറൻസി എൻഷുർ ചെയ്യുക. അതിന്റെ ഡീറ്റെയിലൂടെ കൊടുത്തിട്ടുണ്ട്. ഇൻഡിപെൻഡന്റ് ഓഡിറ്റ്സ് കമ്മിറ്റീസ് ഒക്കെ എടുത്തുകൊണ്ട് എന്ത് ചെയ്യുക, ട്രാൻസ്പെറൻസി എൻഷുർ ചെയ്യുക. മറ്റേ ഇഗ്നേറ്റിംഗ് ദ എന്റർപ്രണറിയൽ വേർബ്സ് നമ്മൾ ഇഗ്നേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തിനൊക്കെ പ്രൊമോട്ട് ചെയ്യുക. അത് സ്വാഭാവികമായിട്ട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്ത് ചെയ്യും, ഇവിടെ കൂട്ടുന്നതാണ്. ഒരു കൺക്ലൂഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ, അതാണ് ക്രിപ്റ്റോ കറൻസി. മറ്റൊരു സ്കീം ഉണ്ട്, ഒരു പുതിയ സ്കീം വന്നിരുന്നു, ഭാരത് ഗൗരവ് സ്കീം. ഓക്കെ, അത് ഇന്ത്യൻ റെയിൽവേ ലോഞ്ച് ചെയ്താന്ന് അറിഞ്ഞിരിക്കാം.
ഭാരത് ഗൗരവ് സ്കീം എന്നുള്ളതാണ് 2021 ലോഞ്ച് ചെയ്ത നവംബറിൽ. എന്തിനാണ്? പ്രൈവറ്റ് ടൂർ ഓപ്പറേറ്റേഴ്സ് ക്യാൻ ടേക്ക് ട്രെയിൻ ഓൺ ദ ലീസ് ഫ്രം റെയിൽവേ ആൻഡ് റൺ ദിസ് ട്രെയിൻ സർക്യൂട്ട് എനി സർക്യൂട്ട് ഓൺ ദെയർ ചോയ്സ് പ്രകാരം അവർക്ക് പ്രൈവറ്റ് പ്ലെയേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ റെയിൽവേ ലീസ് ചെയ്തുകൊണ്ട് അവർക്ക് റൺ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതിന് കീ പോയിന്റ്സ് പറയുകയാണെങ്കിൽ പ്രൈവറ്റ് ഓപ്പറേറ്റേഴ്സ് എന്ത് ചെയ്യാൻ പറ്റും? ഫ്രീഡം ടു ഡിസൈഡ് റൂട്ട്, ഫെയർ, ക്വാളിറ്റി ഓഫ് സർവീസ് ഒക്കെ അവർക്ക് കംപ്ലീറ്റ് തീരുമാനിക്കാം. ഏകദേശം അതിന്റെ ഭാഗമായിട്ട് റഫ്ലി ഏകദേശം ഒരു 150 ട്രെയിനാണ് എന്ത് പ്രൈവറ്റ് സെക്ടേഴ്സിന് ഇപ്പൊ കൊടുക്കാൻ വേണ്ടി തീരുമാനിക്കുന്നത്. എനിവൺ ഇൻക്ലൂഡിംഗ് ട്രസ്റ്റ് ആവട്ടെ, സൊസൈറ്റി ആവട്ടെ, ആർക്കും എന്ത് ചെയ്യാൻ പറ്റും? ഈവൻ ദ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ് ക്യാൻ അപ്ലൈ ദ ലീസ്, അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അതിന്റെ ഒരു തീം ബേസ്ഡ് ടൂറിസ്റ്റ് അതിൽ പറയുന്നുണ്ട്. തീം ബേസ്ഡ് ടൂറിസ്റ്റ് എന്ന് പറയുമ്പോൾ ചില സർക്യൂട്ടുകളാക്കി പറയുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഗുരു കൃപ എന്ന് പറയുമ്പോൾ ഗുരു നാനാക്കുമായി ബന്ധപ്പെട്ട ലിങ്ക് ചെയ്തുള്ള സ്ഥലങ്ങളിലേക്ക് സന്ദർശിക്കുന്നത്. രാമായണം എന്ന് പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ലോർഡ് രാമുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യാനുള്ളത്. അത്തരം കാര്യങ്ങളൊക്കെയാണ് സർക്യൂട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും? എനി ഇൻട്രസ്റ്റഡ് പാർട്ടി അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു 1 ടൈം രജിസ്ട്രേഷൻ ഫീസ് ഉണ്ട്, 1 lakh പ്രകാരം ചെയ്താൽ മതി. പിന്നെ ഒരു സെക്യൂരിറ്റി ഡെപ്പോസിറ്റും കൊടുക്കണം, 1 crore. അങ്ങനെ അത്തരത്തിലുള്ള ആർക്കും എന്ത് ചെയ്യാൻ പറ്റും? അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ള അറിഞ്ഞിരിക്കുക. പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണ് എന്ന് പറയുന്നതാണ്. ഓപ്പറേറ്റേഴ്സ് will have to offer the sightseeing, local transport, taxi, food, അത്തരം കാര്യങ്ങളൊക്കെ ഓപ്പറേറ്റേഴ്സ് എന്ത് ചെയ്യണം? അവരാണ് ഓഫർ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. സ്പെഷ്യൽ യൂണിറ്റ് ആണ് ഇതിൽ പ്രഖ്യാപിക്കുന്നത് അറിഞ്ഞിരിക്കുക. അക്രോസ് ദ സോൺ ചെയ്യുന്നത്. അപ്പൊ ജസ്റ്റ് ഈ സ്കീം നോക്കി വെക്കുക. പ്രൈവറ്റൈസേഷൻ പറയുമ്പോൾ നമുക്ക് പല സ്ഥലങ്ങളൊക്കെ ആൻസറിലൊക്കെ നിങ്ങൾക്ക് എന്ത് ഇൻക്ലൂഡ് ചെയ്യിക്കുക. ഈ സ്കീം തന്നെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. മറ്റൊരു ലാസ്റ്റ് ന്യൂസ് ഉണ്ടായിരുന്ന ഒപെക് ആണ്. GS2 ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഒപെക് എന്ന് പറയുമ്പോൾ ഇപ്പം റീസെന്റ് ഇന്ത്യ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ ഇന്ത്യന്റെ റിസർവ് ഒക്കെ US-ന്റെ ഒക്കെ നിർദ്ദേശപ്രകാരമൊക്കെ നമ്മൾ റിസർവ് ഇപ്പൊ ഓയിൽ എടുത്ത് ഉപയോഗിക്കുന്നുണ്ട് ഫസ്റ്റ് ടൈം ആയിട്ട് പ്രൈസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി. അപ്പൊ അത് ഈ പ്രൈസ് കൺട്രോൾ ചെയ്യുന്ന വേൾഡിലെ മെക്കാനിസം എന്ന് പറയുന്നത് ഒപെക് ആണ്. ഒപെക് ഗ്രൂപ്പിംഗ് കുറിച്ച് പറഞ്ഞിരിക്കുക. പല പ്രാവശ്യം ഞാൻ ഒപെക് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്താണ്. എങ്കിൽ ഒപെക് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ഓഫ് ദി പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ് എന്നുള്ളതാണ്. ഒരു പെർമനന്റ് ആയിട്ടുള്ള ഇന്റർ ഗവൺമെന്റ് ഓർഗനൈസേഷൻ ആണെന്ന് അറിഞ്ഞിരിക്കുക. ബഗ്ദാദ് കോൺഫറൻസിലാണ് 1960 അത് ചെയ്യുന്നത്. ആരൊക്കെ കൂടിയിട്ടാണ്? ഇറാൻ, ഇറാഖ്, കുവൈത്ത്, സൗദി അറേബ്യ, വെനിസുല കൂടിയിട്ട് ഉണ്ടാക്കിയതാണ്. എന്താണ് അതിന്റെ ഉദ്ദേശം? ടു മാനേജ് ദ സപ്ലൈ ഓഫ് ദി ഓയിൽ ആൻഡ് എഫേർട്ട് ടു സെറ്റ് എ പ്രൈസ് ഫോർ ഓയിൽ ഇൻ ദ വേൾഡ് മാർക്കറ്റിൽ. അവർ എന്താണ്? അവരുടെ സപ്ലൈ, ഓയിൽ സപ്ലൈ അവർ കൺട്രോൾ ചെയ്തുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു? അതിന്റെ പ്രൈസ് കൺട്രോൾ ചെയ്യാണ് ചെയ്യുന്നത് അറിഞ്ഞിരിക്കാം. ഹെഡ് ക്വാർട്ടേഴ്സ് ഉള്ള വിയന്നയിലാണ്. അതാ പ്രൈസ് കുറയുന്ന സമയത്ത് സപ്ലൈ കുറയ്ക്കുന്നു, അപ്പൊ പ്രൈസ് കൂട്ടാൻ പറ്റും. മാർക്കറ്റിന് പകരം ഒപെക് ആണ് കൂടുതലായിട്ട് പ്രൈസ് തീരുമാനിക്കുന്നത് എന്നുള്ളതാണ്. മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് ഓപ്പൺ ടു എനി കൺട്രി സബ്സ്റ്റാൻഷ്യൽ എക്സ്പോർട്ടർ ഓഫ് ഓയിൽ ആയിട്ടുള്ള ഏത് രാജ്യങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇതിലേക്ക് ജോയിൻ ചെയ്യാന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ മെമ്പേഴ്സ് നോക്കുകയാണ്, 14 മെമ്പേഴ്സ് ആണുള്ളത്. ജസ്റ്റ് ആ മെമ്പേഴ്സ് ജസ്റ്റ് മനസ്സിലാക്കി വെക്കാണ്ട് ശ്രമിക്കുക. ഇറാൻ, ഇറാഖ്, കുവൈത്ത്, UAE, സൗദി അറേബ്യ, അൾജീരിയ, ലിബിയ, നൈജീരിയ, ഗാബൺ, ഇക്വറ്റോറിയൽ ഗിനിയ, റിപ്പബ്ലിക് ഓഫ് കോങ്കോ, അങ്കോള, ഇക്വഡോർ, വെനിസ്വേല. ഞാനിത് ഒപെക്കിന്റെ മാത്രമായിട്ടുള്ള എന്ത് ചെയ്തിട്ടുണ്ട്? മാപ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ ഞാനിത് പറയുന്നുണ്ട് കോഡൊക്കെ ഉപയോഗിച്ചുകൊണ്ട്. അപ്പൊ ഇത്രയാണ് നമുക്ക് 24th ഡിസ്കസ് ചെയ്യാനുള്ള ന്യൂസ്. മറ്റൊരു ന്യൂസുമായിട്ട് കൂടെ കാണാം. ബൈ.